ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മുന്നിട്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോ ഇപ്പൊ എത്ര സ്ഥലങ്ങളിലാണ് ഗൗതം പറയൂ? മഞ്ചേശ്വരം, പാലക്കാട്. ഇപ്പം പുറകിലേക്ക് ജസ്റ്റ് നിയമം നമുക്കറിയേണ്ടതുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. എവിടെയൊക്കെ ലീഡ് ചെയ്യുന്നു NDA സ്ഥാനാർത്ഥികൾ? റനീഷ് വ്യക്തമായ മുൻതൂക്കം അല്ലേ? അതൊരു അസാധ്യമായ വിസ്മയം തന്നെയാണ്. ഇതുവരെ സംഭവിക്കാത്തതാണ്. അതും രനീഷ് നേരത്തെ ഗൗതം പറഞ്ഞ വാക്കാണ്. രനീഷ് എന്ന് പറഞ്ഞാൽ BJPയുടെ ഭാവിയാണ്. ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ വ്യക്തമായ മുൻതൂക്കം. യെസ്, രഞ്ജിത്ത് അമ്പാടി പറയൂ. തീർച്ചയായും കൃത്യമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു ലീഡ് നിലയാണ് വരുന്നത്. എക്സിറ്റ് പോളുകളെല്ലാം മറികടന്നുകൊണ്ട് ഓരോ റൗണ്ട് എണ്ണി കഴിയുമ്പോഴും UDFന് കൃത്യമായ മേൽക്കോയ്മ. നമ്മൾ നോക്കൂ, 95-40 97 അഞ്ചിടങ്ങളിലെ 6 NDAയുടെ മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടക്കം മുതൽ NDAയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ലീഡ് കൃത്യമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാർ 12 മന്ത്രിമാർ മാരാർജി ഭവനിൽ ആഘോഷം തുടങ്ങി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ആഘോഷം അരുൺ നോക്കൂ, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യാണ്. എവിടെയൊക്കെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു? ഈ ലീഡ് നില, എണ്ണാനുള്ള മേഖലകൾ, ഈ ലീഡ് നില ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാൻ പറ്റും, ഒന്ന് സ്പെസിഫിക് ആയിട്ട്. കാരണം പ്രേക്ഷകർ കാത്തിരിക്കുന്ന അതാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്. ഇപ്പോൾ ലീഡുണ്ട് എന്ന് വ്യക്തമാണ്, പക്ഷേ എങ്ങനെയാണ് ലീഡ് എന്ന് കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? പാലക്കാട് ഇപ്പോൾ 2145 വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്നത്. ഇതുവരെ വോട്ടെണ്ണൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ 6834 വോട്ടുകൾ, അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 4689 വോട്ടുകൾ, അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാക്ക് 2510 വോട്ടുകൾ എന്നുള്ളതാണ് നില. ഏതായാലും 2000-ലേറെ വോട്ടുകൾക്ക് ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പാലക്കാട് നഗരസഭയിലാണ് ആദ്യ റൗണ്ടിൽ വോട്ടെണ്ണൽ നടന്നത്. ഇനിയുള്ള റൗണ്ടുകൾ, അതായത് 10 റൗണ്ടുകൾ ഉള്ളതിൽ ഇനി വരുന്ന റൗണ്ടുകളും ഒക്കെ പാലക്കാട് നഗരസഭ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള റൗണ്ടുകളിലും ലീഡ് എത്രത്തോളം ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം നഗരസഭയിൽ മാത്രം മെട്രോമാൻ E ശ്രീധരൻ 6000-ഓളം ലീഡ് നേടിയിരുന്നു. ആ 6000 മറികടക്കുന്ന തരത്തിലുള്ള ലീഡ് നഗരസഭയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കുമോ, അല്ലെങ്കിൽ നഗരസഭയിൽ എത്രത്തോളം ലീഡ് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നുള്ളതാണ്. ഏതായാലും അത് വളരെ നിർണായകവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. കാരണം നഗരസഭയിൽ നിന്നും മാക്സിമം ലീഡ് നേടുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. നഗരസഭയിൽ ലീഡ് നേടിയതിനു ശേഷം പിന്നീട് പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോൾ ആദ്യം പിരായിരി പഞ്ചായത്തെണ്ണും, പിന്നീട് മാത്തൂർ പഞ്ചായത്തെണ്ണും, അത് കഴിഞ്ഞാൽ കണ്ണാടി പഞ്ചായത്തെണ്ണും. ആ 3 പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോൾ പിരായിരിയിൽ ഒരു 7000-ഓളം വോട്ട്, മാത്തൂർ അതുപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തുകളിൽ നിന്നും 10,000-ഓളം വോട്ടുകളും നേടുക എന്നുള്ളതാണ്. ഏതായാലും നഗരസഭയിൽ നിന്ന് 35,000-ലേറെ വോട്ട് നേടുക എന്നുള്ളതാണ് NDA കണക്കുകൂട്ടൽ. ഇപ്പോഴേതായാലും ശോഭാ സുരേന്ദ്രൻ മുന്നിലാണ് എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ. കൃത്യമായിട്ട് നമുക്കറിയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ UDF സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ മുന്നിലാണ്. മധുസൂദനൻ TI ഫണ്ടിൽ കൈയിട്ട് വാരിയ ആ ഇടതുപക്ഷ നേതാവ് ഇതാ പുറകിലേക്ക് ഗൗതം നോക്കൂ, കൃത്യമായിട്ടാണ് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്. ഒരു സംശയവുമില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗം, സുനാമി മാത്രമല്ല സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. 3 റൺസ് മതി, 3 സീറ്റ് മതി. മുഖ്യമന്ത്രി ഇപ്പോഴും പിന്നിലാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു 14 മന്ത്രിമാരാണെന്ന് തോന്നുന്നു ഇപ്പൊ പുറകിൽ നിൽക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു അല്ലേ?